Hello friends, Happy Children's Day, Happy Diwali. ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടും ചിൽഡ്രൻസ് ഡേൻ്റെ ഗിഫ്റ്റ് ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇത് ഞങ്ങൾ എന്നാണ് നോക്കിയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അടിപൊളി പൊളിച്ച് 1 2 3 4 5. ഇതിൽ ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കാൻ കഴിയും? ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഈ സാധനം ഉണ്ടോ നമുക്ക് നോക്കാം. ഇത് കാർഡ്ബോർഡല്ല, ഇത് വുഡാ. വുഡ്. ഇത് ഐസ്ക്രീം സ്റ്റിക്കിന്റെ മണം പോലെ ഉണ്ട്. ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോക്കൈന്റെ ബോൺ ആരോ അല്ല ബോൺ ബോൾസ്. ഞങ്ങൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ആരോ ബോൾ ഷൂട്ടർ ഹോക്കൈന്റെ പോലെയാണ്. പക്ഷെ ആരോസ് ഹോക്കൈന്, പക്ഷെ ഞങ്ങൾക്ക് ബ്ലൂ ബോൾസ് 5 ബോൾസ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇലാസ്റ്റിക് ബാൻഡ് ഇതിനും യൂസ് ചെയ്യാൻ കഴിയും. റബ്ബർ ബാൻഡ് യൂസ്ഡ് ഓൺലി ഫോർ ആരോ ബോൾ ഷൂട്ടർ. അത് തന്നെയാണ് ഈ പാക്കറ്റിൽ എഴുതിയത്. രണ്ടും സെയിം പാക്കറ്റാണ്. നമ്മൾ ഈ സാധനങ്ങളെല്ലാം വെച്ച് ഉണ്ടാക്കാം. തൽക്കാലത്തിന് ഇത് മാറ്റി വെക്കാം. ഇപ്പം തന്നെ സാധനങ്ങളെല്ലാം ഉണ്ടോ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ കാണിച്ച സാധനങ്ങളെല്ലാം ഇവിടെ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നത് ഇതുണ്ടാക്കാൻ 40 minutes ആണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ എത്ര സമയം എടുക്കും ഞങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഇതെല്ലാം ഞങ്ങൾ ഇങ്ങനെ പുറത്തെടുക്കാം. ഫസ്റ്റ് ഞങ്ങൾ ഇത് പോപ്പാക്കാം. എല്ലാത്തിനും ഇങ്ങനെ ഓരോ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് വെക്കേണ്ടതെന്നെങ്കിലും അത് നോക്കിയിട്ടെല്ലാം ചെയ്യാം. ഏതാ നമ്പർ അങ്ങനെയല്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു ഈസി ഐഡിയ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ അകത്ത് വരച്ച് വെച്ചതല്ലോ ഹോൾസ് നിങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അത് പുറത്തെടുക്കണം. ഇതെല്ലാം പോലെ അവിടെ എല്ലാം വേറെ വേറെ സാധനങ്ങൾ ഇൻസ്റ്റേർട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അത് ആവശ്യമില്ല. അവിടെ ഹോളാക്കണം ഈ സൈസ് തന്നെ. അതുകൊണ്ട് അവിടെ വെച്ചേക്കണം. ഇതൊരു മെറ്റീരിയൽ എന്തോ അറിയില്ല, എന്തോ ഒരു മെറ്റീരിയൽ. അന്നേരം നമ്മൾക്ക് ഇത് വുഡ് പോലെ കുറച്ചും കൂടി സോഫ്റ്റ്. ഇത് കുറച്ചൊരു സോഫ്റ്റ് പീസ്. കോർണറിലെല്ലാം ബ്ലാക്കാണ്. ഇതിൽ എനിക്ക് വീലിൽ ഈസി ആയിട്ട് പൊടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയെല്ലാം എല്ലാം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വെക്കണം, അറേഞ്ച് ചെയ്യണം. ഇനി ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, ഈ 2 വലിയ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഈ പീസ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വെക്കും. ഇവിടെ ഇത് പൊളിച്ച ഗമ്മുണ്ട്, സ്റ്റിക്കി. ഏകദേശം ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത പീസ് ഇതായിരിക്കും. അതവിടെ ഇവിടെ ആയിരിക്കും ഒട്ടിക്കുന്നത്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയായിട്ടും വെക്കാം. കറക്റ്റായിട്ട് ഒട്ടിക്കണം. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത്. ഇനി അത് ഇങ്ങനെയായിട്ട് വെക്കാം. പെർഫെക്റ്റായിട്ട് വെച്ച്. ഈ കവറിൻ്റെ ഉള്ളിൽ സ്റ്റിക്സ് ഉണ്ട്, പക്ഷെ അത് വേറെ വേറെ സൈസാണ്. ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു കുഞ്ഞി സ്റ്റിക്കാണ്. അപ്പം കുഞ്ഞി എടുക്കണം. ഇനി ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ അടുത്ത് 7 സ്റ്റിക്കാണ് വേണ്ടത്. ഇവിടെ 7 ഉണ്ടാവും.
ആ 7ൻ്റെ സ്റ്റിക്കാണ് നമുക്ക് അല്പം ആവശ്യം. അതിൻ്റെ മിഡിൽ ഹോളാണ് നമ്മൾ ഇവിടെ വെക്കേണ്ടത്. നമ്മൾക്ക് ഏതാ ബിഗ് നോക്കാം. ഇതാണ് ബിഗ്. അപ്പോൾ നമ്മൾ ബിഗ് സ്റ്റിക്ക് എടുത്തിട്ട് ഇവിടെ ഹോളുള്ളത്, ഇവിടെ ഹോളുണ്ട് താഴെ, അതിൽ കയറ്റാം. നമ്മളിങ്ങനെ കയറ്റിക്കൊണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് മൂവ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതും പീൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുക. നെക്സ്റ്റ് സാധനത്തിന് ആവശ്യം ഞങ്ങളെ ഒട്ടിച്ച് ഇപ്പം കുറച്ചും കൂടി തിക്കായി. ഓൾറെഡി രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെയുണ്ട്, ലാസ്റ്റ് തീരുമ്പോൾ അങ്ങനെ തന്നെ ഉള്ളുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി നമ്മൾ വീൽസ് ഉണ്ടായിരിക്കും. വീൽസ് എടുത്ത് വെച്ചിട്ട് ആ നമ്പറിൽ സോർട്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഇനി ഞങ്ങൾ ഇത് പീൽ ചെയ്യും. നമ്പർ ഇല്ലാത്ത ഭാഗം ഞങ്ങൾ ഇങ്ങനെ ഒട്ടിക്കും, നമ്പർ ഇല്ലാത്ത. ഇനി ഈ ഭാഗം ഞങ്ങൾ പീൽ ചെയ്യും. 12 കവർ ചെയ്യുന്ന രീതിയിലല്ല, അപ്സൈഡ് ഡൗൺ 12 കാണാൻ കഴിയുന്ന രീതിയിൽ. ഇനി അടുത്തെല്ലാം അതെല്ലാം ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്യണം, എല്ലാം വീൽസ് എല്ലാം വെച്ചിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ചെയ്യാം. ഇവരുടെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീൽസ് വെക്കണം. അപ്പോൾ ഈ സ്ട്രോ കവറാവും. അപ്പം ഞങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ആയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾക്ക് നോക്കാം. ഈ 2 സാധനം വേണം, പിന്നെ ഈ പീസിൻ്റെ 5 വേണം. പിന്നെ അതെല്ലാം കണക്ട് ചെയ്ത് ലാഡർ. ഇനി 1 2 3 4 5 കിട്ടി. ഞങ്ങൾ 2 ഇങ്ങനെ വെക്കുക. ടേലുള്ള ഭാഗം അങ്ങ് വെക്കുക. ഇവരെ ചെയ്ത് വെച്ചത് ഇത് സ്കിപ്പ് ചെയ്തിട്ട് മറ്റേതിലാണ് അവർ വെച്ചേക്കുന്നത്. ഇനി ഞങ്ങൾ കണക്ട് ചെയ്യും. ഇനി ഇവിടെയും അങ്ങനെ തന്നെ സെക്കൻഡ് വണ്ണിൽ തോന്നുന്നു. ലാഡർ ആവാൻ തുടങ്ങി. ഓക്കെ, ഞങ്ങൾക്ക് ലാഡറായി. ഈ ടൈം 4 പീസസ് ഞങ്ങൾ എടുക്കണം. ഈ ടൈം 2 പീസസ് ഞങ്ങൾ എടുക്കാം. അപ്പോൾ ഈ പീസസ് 2 ആയിരിക്കും ഞങ്ങൾ എടുക്കേണ്ടത്. 1 2. ഈ പീസസ് ഞങ്ങൾ 4 ആയിരിക്കും എടുക്കുക. 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവർ കാണിച്ചു വെച്ചത് ലാഡറും ഈ കുറച്ച് മുന്നേ ഉണ്ടാക്കിയ സാധനങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഇപ്പാണ് ഈ ഷേപ്പ് ഞങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നതാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒട്ടിക്കാൻ ഈ വലിയ പാട്ട് എടുക്കണം. ടേല് താഴെ. ഇതുമായി. ഇനി ഇപ്പോഴത്തെ സൈഡ് താഴെ ആണ് ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട് താഴെ, അതുപോലെ അപ്പുറത്തെ സൈഡും കൂടി ചെയ്യും. ആയി ഫുള്ള് കഴിഞ്ഞില്ല, പക്ഷെ ഇങ്ങനെയായി. ഇനി ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ക്ലോസ് ആവും. റബ്ബർ ബാൻഡെല്ലാം ഇടുമ്പോൾ ശരിയാവും. ഞങ്ങൾ വെച്ചു, പക്ഷെ ഇത് കുറച്ച് ലൂസാണ്. എങ്ങനെയോ ടൈറ്റാക്കിയെന്ന് വെച്ചാൽ കുറച്ച് ആവശ്യമില്ലാത്ത പീസ് എടുത്തിട്ട് ഇവിടെ ഇടയിൽ വെച്ചത്. അത്രേ ഉള്ളൂ, 2 സൈഡിൽ. ഇനി അടുത്ത സ്റ്റെപ്പ് പിന്നെ 2 ടീ എടുക്കും. ഇവിടെ ഒരു ഹോളുണ്ട്, അതങ്ങ് ഞങ്ങൾ കേട്ടു. ഇനി 2 ടീ എടുക്കും ഞങ്ങൾ. 40 41. ഈ 2 ടീ ഞങ്ങൾ എടുക്കണം. 2 മാഗ്നറ്റ്സ് ഈ ഷേപ്പ് ആണ് ഞാൻ പറയുന്നത്. മാഗ്നറ്റ് ഇങ്ങനെ ഞങ്ങൾ വെക്കും. പിന്നെ ഇതും ഇങ്ങനെ ഞങ്ങൾ വെക്കും ക്രോസ് ആയിട്ട്. ഇനി ഞങ്ങൾ ടീ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ,
അതിപ്പുറത്തെ സൈഡ് ആക്കാം. 3 റബ്ബർ ബാൻഡ്സ് ആവശ്യമുണ്ട്. ഇത് ഇങ്ങോട്ട് ഫസ്റ്റ് വൺ ഇത് ഇവിടെ വരാം. സോറി, ഒരു മിസ്റ്റേക്ക്. ഇത് ശരിക്കും ഇത് ടച്ച് ചെയ്യാൻ പാടില്ല, ലോക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇവിടെ വെക്കാൻ ആവശ്യമില്ല, അതൊന്നും ലോക്ക് ചെയ്യാൻ പാടില്ല. ഈ റബ്ബർ ബാൻഡ് ഇവിടെ ഇടും. അത് കഴിഞ്ഞിട്ട് ഇതിലൂട്ട് ഇങ്ങനെ ഇതിലൂട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പുറത്താക്കിയിട്ട് സെയിം ചെയ്യുക. ഇനി ഞങ്ങൾക്ക് നോക്കാം. ബോളില്ല. വേറൊരു റബ്ബർ ബാൻഡ് ഉണ്ട്. അത് ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും, ഒരു വി പോലെ, റെഡ് വി. ഇപ്പം ഞങ്ങൾ ബോൾ ഇടും. ഈ വീൻ്റെ ഉള്ളിലത്തോടെ ബോൾ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ 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 ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഈ പേപ്പറിൽ റബ്ബർ ബാൻഡാണ് ഇവിടെ എല്ലാം വെച്ചേക്കുന്നത്. പക്ഷെ ഈ പേപ്പറിൽ ഇലാസ്റ്റിക് ബാൻഡാണ്. പക്ഷെ ഞാൻ റബ്ബർ ബാൻഡ്, അതുകൊണ്ട് എന്നാലും ഞങ്ങൾ റബ്ബർ ബാൻഡ് മാറ്റിയതുകൊണ്ട് ഞങ്ങൾ ഇലാസ്റ്റിക് ബാൻഡ് ഇടാം. ഓക്കെ, ഇപ്പം ഇലാസ്റ്റിക് ഇനി ലോഡാക്കി നോക്കാം. ഫസ്റ്റ് ഇങ്ങനെ തുറക്കണം എറിയുമ്പോൾ. പിന്നെ മേലെ വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യണേ. പിന്നെ ടൈറ്റ് ആയതുകൊണ്ടാണ് കുറച്ച് ഇത് ഊരിയ. ഷൂട്ട് ചെയ്ത് മുമ്പേ ലിവർ ഇങ്ങനെ ചെയ്യണം. പിന്നെ മേലോട്ട് വേണം, അല്ലെങ്കിൽ ചെയ്ത് ബോൾ താഴോട്ട് വീഴും. ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് ഇത് എടുത്തിട്ട് കളിക്കാം. ഇന്നത്തെ വീഡിയോയിന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്കും ഞാൻ കേട്ടപ്പോയിട്ട് ഞാൻ ഉണ്ടാക്കുക. ഇത് കഴിഞ്ഞു. ബൈ. അപ്പൊ കണ്ടുപിടിക്കാൻ മനസ്സിലായി. എല്ലാം കണ്ടുപിടിച്ചു. ഇവിടെ